നൗഫൽ ക്ലാസിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചു വന്ന മെസ്സേജ് അയച്ചൊരു വിഷയമാണ്. ഓൺലൈൻ വഴി പണം സമ്പാദിക്കുന്നത് സത്യത്തിൽ ലഭിക്കുന്നതാണോ? അതിനെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഇതിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ ഇതിൽ 98-97% സ്കാം വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സ്കാം ആപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്നും ഒറിജിനാലിറ്റി ഇല്ലാതെ, അതായത് ഇതിന് ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഓൺലൈൻ ആ വർക്കിന് പറയുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതുമുണ്ട്, അത് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്ന തരത്തിലുള്ളതുമുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഫീസ് അടയ്ക്കേണ്ടി വന്നിരുന്നു. ഈ ഫീസ് അടക്കുന്നത് ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ല, ഒരു പേഴ്സണലായിട്ടുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഫീസ് അടയ്ക്കേണ്ടി വരുന്നതെന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു ഫേക്ക് കമ്പനിയാണ് അല്ലെങ്കിൽ ഫേക്ക് ജോബാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ ജോബ്, ഡാറ്റ എൻട്രി, ഇമെയിൽ റീഡിംഗ്, ക്യാപ്ച വർക്കിംഗ്, PTC, ആഡ്സ് വ്യൂയിങ്, നിങ്ങളുടെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേയ്മെൻറ്റിനായി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരുടെ ആപ്പ്, അവരുടെ കമ്പനി എത്രമാത്രം വിശ്വസ്തയോഗ്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് മാത്രം നൽകുക, അഡ്രസ്സ് നൽകുക, ഫോൺ നമ്പർ നൽകുക. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് വളരെ വലിയൊരു ഗുരുതരമായ പ്രശ്നമായിട്ട് വരാവുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതിൽ തന്നെ PTC, അതായത് ആഡ്സ് കാണുക വഴി, പരസ്യം കാണുക വഴി പണം സമ്പാദിക്കാവുന്ന ഒരു മാർഗത്തിലുള്ളത് ഇൻ്റർനാഷണലായിട്ട് കോമൺലി ആളുകളെല്ലാം ഉപയോഗിച്ച് വരുന്നത് വെബ്സൈറ്റാണ് നിയോബക്സ്, അതുപോലത്തെ ബിസിബക്സ്, അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റുകളാണ് ഓൺലൈൻ വഴി പണം സമ്പാദിക്കാൻ വേണ്ടി കോമൺലി ഇൻ്റർനാഷണലായിട്ട് ആളുകൾ ഉപയോഗിച്ച് വരുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ കോടികൾ, ലക്ഷങ്ങൾ, പതിനായിരങ്ങൾ സമ്പാദിക്കാൻ ആർക്കും സാധിക്കില്ല. മിനിമം ഒരു വർഷം, 6 മാസമെങ്കിലും അതിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കുക, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വേറെ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാമെന്ന് വെച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാം, പക്ഷേ അതിന് ഹാർഡ് വർക്ക് വേണം, ടാലൻറ്റ് വേണം, ക്ഷമ, ടൈമിങ് വേണം. എൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നൗഫൽ ക്ലാസിക് എന്ന പ്രൊഫൈലിൽ വന്ന് മെസ്സേജ്